കണ്ണൂർ സദ്യകളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രധാന ഐറ്റമാണ് നാരങ്ങാക്കറി. മാതള നാരങ്ങ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. മധുരവും പുളിയും എരിവും ചെറിയൊരു കയ്പും ഒക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റിലൊരു നാരങ്ങക്കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് മാതള നാരങ്ങ എടുത്തിട്ടുണ്ട്. നമ്മൾ മാതള നാരങ്ങ എന്ന് പറയും, ഗണപതി നാരങ്ങ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് അതിൻ്റെ ഉൾഭാഗം ഒന്നും കളയണേ, അതിൻ്റെ കുരുവും വെട്ടിയുള്ള ആ ഭാഗം ഒന്ന് കളയണം, ഇല്ലെങ്കിൽ കയ്പുണ്ടാവും. ചിലവരെടുക്കാറുണ്ടോയെന്ന് അറിയില്ല, ഞാൻ എടുക്കാറില്ല. പിന്നെ നേരിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ മുറിച്ചെടുത്തു. അതിലേക്ക് വേണ്ടുന്നത് ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ പച്ചമുളക് അരിഞ്ഞത്, കറിവേപ്പില, പിന്നെ വെളുത്തുള്ളി ഞാൻ ഇടാറില്ല, ആവശ്യമുള്ളവർക്ക് ഇടാം. വെളുത്തുള്ളി പൊതുവേ എല്ലാവരും ഒന്നും ഇടാറില്ല, വേണ്ടുന്നവർക്ക് ഇടാം. അപ്പോൾ ഒരു ഉണ്ട പുളി ഇതുപോലെ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ ഞരട്ടി പിഴിഞ്ഞെടുത്ത് വെക്കണം. കുറച്ചധികം വെള്ളം വേണം. ഇപ്പോൾ 2.5 സ്പൂൺ മുളക് പൊടി മിക്സാണ്, എരിവുള്ളതും ഇല്ലാത്തതും. കുറച്ചും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ചൂടാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പണ്ടൊക്കെ ഉണ്ടാക്കുന്നത് ചൂടാക്കാതെയാണ്. പിന്നെ ചട്ടിയിലേക്ക് ഒഴിച്ചു, പുളി വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഇത് തണുക്കുമ്പോൾ നല്ലോണം കുറുകി വരുന്ന കറിയാണ്, അതുകൊണ്ട് കുറച്ചധികം വെള്ളം വേണം. പുളിവെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഈ പുളിവെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് കുറുകി വരണം. ആ സമയത്ത് കുറച്ച് കറിവേപ്പില, പച്ചമുളക് മുറിച്ചത്, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ നാരങ്ങയും ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി വേണ്ടവർക്ക് ചേർക്കാൻ, ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാനേ പാടില്ല. തവിയിട്ട് ഒരുപാട് ഇളക്കിയാൽ കയ്പ്പിറങ്ങും. പിന്നെ അതിനകത്തേക്ക് കുറച്ച് ശർക്കര പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരച്ച് ശർക്കരയൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ അത് ഒരു 2-3 മിനിറ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് തളിച്ചോട്ടെ. കുറേ നേരം വേവിക്കാൻ പാടില്ല. അപ്പോൾ കുറച്ച് വറുത്ത് പൊടിച്ച ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തു. കായം ആവശ്യമുള്ളവർക്ക് ചേർക്കാം, ഞാനൊരു പിഞ്ച് മാത്രം ചേർക്കുന്നുണ്ട്, അത് നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ കറിയൊക്കെ ഓഫാക്കി കടുകും ഉണക്കമുളകും കറിവേപ്പിലയൊക്കെ വറുത്തിട്ടു. ഇപ്പോൾ കുറച്ച് ലൂസായിട്ട് കാണുമെങ്കിലും തണുക്കുമ്പോഴത്തേക്ക് കറി നല്ലപോലെ ഒന്ന് കുറുകും. അടിപൊളി ടേസ്റ്റിലൊരു നാരങ്ങ കറി റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.